2019 നവംബർ മാസത്തിൽ ചെറു SUV വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വാഹനത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ടൊയോട്ട. ചെറു SUVകൾക്ക് ആവശ്യക്കാർ കൂടിയതോടെയാണ് ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളും ഈ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. ടൊയോട്ട റൈസ് എന്ന് പേരിട്ടിരിക്കുന്ന വാഹനത്തിന് അടുത്തിടെ നടന്ന ടോക്കിയോ ഓട്ടോ ഷോയിൽ പ്രദർശിപ്പിച്ച ഡായ്സുവിന്റെ ചെറു SUV റോക്കിയുമായി ഏറെ സാമ്യമുണ്ട്. ആഗോളതലത്തിൽ വിൽപ്പനയ്ക്കുള്ള റഷ്യന്റെ പിൻഗാമിയാണ് പുത്തൻ SUV എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 മീറ്ററിൽ താഴെ നീളമുള്ള കോമ്പാക്ട് SUV ആണിത്. 3.98 മീറ്ററാണ് വാഹനത്തിന്റെ നീളം. വിപണിയിൽ ടാറ്റ നെക്സോൺ, മഹീന്ദ്ര XUV300, ഹ്യുണ്ടായി വെന്യൂ എന്നിവരായിരിക്കും ടൊയോട്ട റൈസിന്റെ എതിരാളികൾ. ഈ വാഹനത്തിന്റെ കൺസെപ്റ്റ് DN ട്രക്ക് എന്ന പേരിൽ 2017 അവതരിപ്പിച്ചിരുന്നു. മസ്കുലാർ രൂപകൽപ്പന ശൈലിയോടെ എത്തുന്ന SUVയിൽ വളരെ നേർത്ത ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത്. റെഡ് ബ്ലാക്ക് നിറങ്ങളുള്ള എയർ ഡാം, വീതി കുറഞ്ഞ LED ഹെഡ്ലാമ്പ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, സിൽവർ സ്കിഡ് പ്ലേറ്റ് എന്നിവയാണ് മുൻവശത്തെ സവിശേഷതകൾ. ബോഡിക്ക് ചുറ്റിലും നൽകിയിട്ടുള്ള ബ്ലാക്ക് ക്ലാഡിംഗ്, ടെയിൽ ലാമ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രോമിയം സ്ട്രിപ്പ്, ഡ്യുവൽ ടോൺ റിയർ ബമ്പർ, 5 സ്പോക്ക് അലോയ് വീൽ, റിയർ ഫോഗ് ലാമ്പ് എന്നിവയും ഈ വാഹനത്തിന്റെ മറ്റ് സവിശേഷതകളാണ്. കോക്പിറ്റ് മാതൃകയിലാണ് അകത്തളം. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ എന്നിവ ഒരു കൺസോളിൽ ഒരുക്കിയിരിക്കുന്നു. അതിനു താഴെയായി ഗിയർ ലിവറും മോഡ് ക്രമീകരിക്കാവുന്ന നോബും നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്റർ ആണ് നൽകിയിട്ടുള്ളത്. ടൊയോട്ടയുടെ DNGA പ്ലാറ്റ്ഫോം ആധാരമാക്കി ഡായ്സ് വികസിപ്പിച്ച ഡായ്സ് ന്യൂ ഗ്ലോബൽ ആർക്കിടെക്ചർ ആണ് പുത്തൻ വാഹനത്തിന്റെ അടിത്തറ. 3995 mm നീളവും 1695 mm ഉയരവും 1620 mm വീതിയുമുണ്ട് റേസിന്. 2525 mm ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 98 bhp കരുത്തുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനിലായിരിക്കും വാഹനം വിപണിയിൽ എത്തുക. 2 വീൽ 4 വീൽ ഡ്രൈവ് ഓപ്ഷനുകൾ ഇത് ലഭിക്കും. രാജ്യാന്തര വിപണികളിൽ സുസുക്കി ജിംനിയോടാകും ഈ SUVയുടെ മത്സരം. എന്നാൽ ഈ ചെറു SUVയെ ടൊയോട്ട ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുമോ എന്നത് വ്യക്തമല്ല. വാഹനത്തിന്റെ വില സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. വിപണിയിൽ കുറച്ചു പുതിയ വാഹനങ്ങളെയും BS6 എഞ്ചിൻ നിലവാരത്തോടു കൂടിയ വാഹനങ്ങളെയും അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി. സുസുക്കിയോടൊപ്പമുള്ള കൂട്ടുകെട്ടിൽ അടുത്ത 5 മുതൽ 7 വർഷത്തിനിടയിൽ 12 മോഡലുകൾ വിപണിയിൽ എത്തിക്കുവാനാണ് ടൊയോട്ട ലക്ഷ്യമിടുന്നത്. 2020 ഏപ്രിൽ 1 നിലവിൽ വരുന്ന BS6 നിയന്ത്രണങ്ങൾ മൂലം ടൊയോട്ട എത്തിയോസ് ലെവയുടെ നിർമ്മാണം കമ്പനി നിർത്തലാക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് മാരുതി സുസുക്കി DNA ഉപയോഗിച്ച് 12 ലക്ഷം രൂപയ്ക്ക് കീഴിൽ വിലമതിക്കുന്ന 6 മോഡലുകൾ പുറത്തിറക്കാനാണ് ടൊയോട്ടയുടെ തീരുമാനം. ടൊയോട്ട സുസുക്കി സഖ്യത്തോടെ വിപണിയിൽ ഇരുകൂട്ടർക്കും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചുവെന്നാണ് റിപ്പോർട്ട്.